മാർട്ടിൻ എന്താണ് മീനാച്ചേരി മീനാച്ചേരി. മീനാച്ചേരി എന്തോ ഒരു കഥാപാത്രം. ഇയാളുടെ പേരിൽ തന്നെയുള്ള അലിഗേഷൻസ് കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. കാര്യം ഒരു ചർച്ചയിലേക്ക് അയാളുടെ പേര് കൊണ്ടുവരേണ്ട സാഹചര്യം പോലുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അശ്ലീല രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ പേര് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. പലേരി മാണിക്യം പോലൊരു സിനിമ. മമ്മൂട്ടി എന്ന സിനിമാ നടൻ അശ്ലീല രംഗത്ത് അഭിനയിച്ചു. നാളെ മമ്മൂട്ടിക്കെതിരെ ഇയാൾ കേസ് കൊടുക്കൂലേ? മമ്മൂട്ടി എന്ന നടനെതിരെ കൂടിയല്ലേ യഥാർത്ഥത്തിൽ ആരോപണം വന്നിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് AMMയിലെ അംഗങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അതാണ്. എന്നിട്ട് AMMയിലെ താരങ്ങൾക്ക് ഒരു തരത്തിലും മിണ്ടാട്ടമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ശ്വേതാമേനോടൊപ്പം നിൽക്കണ്ടേ? ഇതേപോലെ പുറത്തുനിന്ന് വരുന്ന ചില കൃമികൾ ഈ സംഘടനയ്ക്കുള്ളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരുന്ന സമയത്ത് ഈ വിഷജീവികളെ പുറത്തു നിർത്താൻ സംഘടന ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഇക്കാര്യത്തിൽ പലേരി മാണിക്യമാണെങ്കിൽ അത് അവരുടെ ടാലൻ്റാണ്. ആ ടാലൻറ്റിൽ അവർ അഭിനയിച്ച സിനിമ ഇവിടെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് പുറത്തിറക്കിയ സിനിമയിൽ വളരെ വൃത്തിയായിട്ട് അഭിനയിച്ച ഒരു താരത്തെ ആ രീതിയിൽ കരിവാരിത്തേക്കാൻ ഉപയോഗിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മതി ശ്വേതാമേനോന് പിന്നാലെ അണിനിരക്കാൻ. ഇന്നിപ്പോൾ AMM എന്ന സംഘടനയെ തിരിച്ച് അമ്മ എന്ന സംഘടനയാക്കി മാറ്റണമെങ്കിൽ ഈ ശ്വേതാമേനോടൊപ്പം അണിനിരക്കുക, ഈ പറയുന്ന കുക്കു പരമേശ്വരനോടൊപ്പം ശക്തമായിട്ട് നിലയുറപ്പിക്കുക, എന്നിട്ട് ശക്തമായ നിലപാടുകളുമായി, ഉറച്ച നിലപാടുകളുമായി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പരിപാടികൾ കൊണ്ടുവരിക.